2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. ായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലി ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ചാർട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 159, 2610, 3711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഞാൻ എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട്. മകരൻ രാശി എന്ന് പറഞ്ഞാൽ കാപ്രിക്കോൺ ആണ്. അപ്പോൾ ഇതിനകത്ത് രാശ്യാധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ്. ഇതിനകത്ത് നാളുകൾ എന്ന് പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടത്തിന്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ അര, ഇത്രയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ തിരുവോണത്തെയാണ് ഭരിക്കുന്നത് ചന്ദ്രനാണ്, ശുക്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ ഔട്ടത്തെയാണെന്ന് ചൊവ്വാണ് ഭരിക്കുന്ന ഗ്രഹം, ശനികർമ്മയിലാണ്. അപ്പൊ ഈ ഓരോ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തുള്ള സ്വഭാവത്തിലെ രീതികളെ ഒക്കെ ഉള്ള വ്യത്യാസമായിട്ടിരിക്കും. ശനിയായാലും ശുക്രനായാലും ശുക്രന്റെ ആയിട്ടുള്ള ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം ശുക്രകർമ്മയുള്ളതെന്നൊരില്ല. അതേമാതിരി ശനി ഉണ്ടെന്നൊരു ശനിയുടെ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങളെ. അതുപോലെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിങ്, ഫൈനാൻസ്, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ ഉള്ള ആ ഒരു ഇതിനകത്തൊക്കെ ഉള്ള ഒരു താല്പര്യം കാര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു ഒക്കൽട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പഠിക്കാനൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ളൊരു കർമ്മത്തിൻ്റെ അനുസരിച്ച്, ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും രീതികളും പലതും വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാകും. ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഹു 2-ല്, ശനി 3-ല്, അതുപോലെ ഗുരു 6-ല്, കേതു 8-ലാണ്. 2 എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് വെൽത്ത് ആൻഡ് ഫൈനാൻസ്, നമ്മളെ തന്നെ മീൻ ചെയ്യുന്നത്. അതുപോലെ ഏണീസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൊരു ലക്ഷറി, അങ്ങനെ അസറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് 2 എന്ന് പറയുന്നത്. അതുപോലെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിബിലിങ്സ്, നമ്മുടെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറി, എന്തൊക്കെ നമ്മുടെ ഓർമ്മകളെ, അങ്ങനെ അല്ലെന്നില്ല പാഷന്, ഓപ്പർച്യൂണിറ്റി ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു നൈബേഴ്സ്, നമ്മുടെ അയൽവക്കക്കാരെ. അപ്പം അയൽവക്കക്കാരെ ആ ഒരു രീതിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 3-ന്റെ ആയിട്ടുള്ള ഇത് വരുന്നത്. അതുപോലെ 6 എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഡിസീസ്, അസുഖങ്ങളെ, പിന്നെ അല്ലെങ്കിൽ സിക്നെസ്, ഈ പറഞ്ഞ കടങ്ങളെ, അതുപോലെ കടം, ബോറോയിങ്, എനിമീസ്, നമ്മുടെ ശത്രുക്കളെ, അതുപോലെ വിഷം ഇതിൻ്റെ റേഡിയേഷനാണ്, നഷ്ടങ്ങൾ, സ്ട്രഗിള്, പിന്നെ ഇഞ്ചറി, എന്തെങ്കിലും മുറിവ് പറ്റാനെടുക്കാനുള്ള സംഗതികൾ.
എന്തെങ്കിലും ഒബ്സ്റ്റക്കിള്, എന്തെങ്കിലും ഈ പറയുന്ന നമ്മളെ എന്താ പറയുന്ന ഒരു തടസ്സങ്ങൾ, അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള പാർട്ട് ടൈം ജോബ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ ഒരു 6ൻ്റെ ആയിട്ടുള്ള രീതിയിൽ വരും. അതേമാതിരി 8 പറഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഡെത്ത് എന്ന് വേണമെന്നിരി പറയാൻ. എന്ന് പറഞ്ഞാൽ മരിക്കുമെന്നല്ല, മീൻസ് നമ്മൾ ഇതിനകത്ത് ഇതാക്കേണ്ടത് അല്ലെങ്കിൽ അസുഖങ്ങളെ, സോറോസ്, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പക്ഷേ ഒന്നുകൊണ്ട് ലോട്ടറി അടിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിനാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളെ ലോട്ടറി അടിക്കുന്നത്. അതേമാതിരി എപ്പിഡമിക്സ്, എന്തെങ്കിലും മീൻസ് അങ്ങനെയുള്ള വരുന്ന ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വൈറസ് മാതിരിയുള്ള ചില അസുഖങ്ങളെ, മാറാവ്യാധികളെ, അല്ലെന്നിരിയിൽ അഴിമതി, അല്ലെന്നിരി എന്ത് പറയുന്ന എന്തെങ്കിലും ഡേഞ്ചർ ഫ്രം ദ ആനിമൽ, മൃഗങ്ങളുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും ഉള്ള ഒരു ഇത്, അല്ലമാതിരി കള്ളം കയറാനോ, റോബറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളുള്ള ഒരു 8 പറഞ്ഞ റേഡിയേഷൻ ആണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്കിനി നമുക്ക് അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ രാഹുവിൻ്റെ ആണെന്നൊരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൗസിൽ പ്രത്യേകിച്ച് 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ഹൗസ്, രാഹു എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ നല്ല ഹൗസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള 3, 6, 10, 11 ഒക്കെ നിൽക്കുന്ന ഇതിലുള്ള ആൾക്കാർക്കാണെന്നൊരിൽ നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് ചില ഉയർച്ചകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, പിന്നെ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് ചില എന്താ പറയുന്നത് പൈസ വന്നു ചേരാനുള്ള ഇത്, നമ്മൾ അപ്രതീക്ഷിത എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പം നമുക്ക് നല്ല ആഡംബരമായിട്ടുള്ള ജീവിതം, നല്ല ചുറ്റുപാട്, എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു ഇത് വരുന്നത്. അല്ലാതെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് മോശമായിട്ടുള്ള രാഹു മോശമായിട്ടുള്ള പൊസിഷനാണെന്ന് വരില്ല. അവരെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കൂടെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നത്. അതുപോലെ ശനിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 1-8 എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, വെരി ബാഡെന്നാണ്. അപ്പം അതുപോലെ 4-12 എന്നിക്കഴിഞ്ഞ് 4-12 മിക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ശനിയുടെ ആയിട്ടുള്ള ഹൗസിൽ നമ്മളെ നിൽക്കുന്നുണ്ടെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്ര അനുകൂലമല്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല, അവരുടെ സഹോദരങ്ങൾക്ക് അല്ലെ ഒന്നൊരു അവർക്ക് നല്ലത്. അതേമാതിരി എന്താ പറയുന്നത്, നമ്മുടെ ബിസിനസ്സല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം, അയൽവക്കക്കാരുമായിട്ട് നല്ല ബന്ധം, പഴയ സുഹൃത്തുക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ. എന്നാൽ സമയം ഈ ഒരു സമയത്ത് ഇച്ചിരി മോശമായിട്ടുള്ള ഉള്ള ആൾക്കാർക്കാണെന്നേരി അയൽവക്കക്കാരുമായിട്ട് ചെറിയ വഴക്ക്, ഒരു പിണക്കം, ഈർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലേ. സഹോദരങ്ങൾക്ക് ചില എന്തെങ്കിലും അസുഖങ്ങൾ, ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് ചിലപ്പോൾ ജോലിക്കകത്ത് പുതിയ കോൺട്രാക്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യാനെടുക്കാൻ, അല്ലെങ്കിൽ ജോലി നോക്കുന്നവർക്ക് പുതിയ ജോബ് കിട്ടാനുള്ള സൗകര്യം, എന്തെങ്കിലും അസുഖം ബാധിച്ച് കടപ്പിലായിരുന്ന ആൾക്കാർക്ക് അതിനൊരു നല്ലൊരു അനുകൂലമായിട്ടുള്ള സമയം. അല്ലെങ്കിൽ മീൻസ് അസുഖങ്ങളൊക്കെ കുറയാം, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോണോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെന്നേരി അത് എളുപ്പം കിട്ടാനുള്ള സാഹചര്യം. ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് അടച്ചു തീർക്കാനൊക്കെ ഉള്ളതെന്നാണ് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതേസമയം ഗുരുവിൻ്റെ പൊസിഷന്, ജൂപ്പിറ്ററിൻ്റെ പൊസിഷൻ 6, 8, 10 അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. എന്നാലും പൊതുവേ മോശമില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവേ ഗുരു അങ്ങനെ വലിയ ദ്രോഹം ചെയ്യുകയില്ല. പിന്നെ കൂടുതൽ നമുക്ക് എന്താണ് കുട്ടികളുണ്ടാകാത്ത അബോർഷൻ കേസ്, അങ്ങനെയൊക്കെയുള്ള ഒരു കേസിലൊക്കെയാണ് ഗുരു കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റ് പറ്റാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതെല്ലാം രീതിയിൽ എന്താ പറയുക, നമുക്ക് ബൈക്കൊക്കെ 2 വീലറൊക്കെ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. ബൈക്കൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. കാരണം എന്തെങ്കിലും ഇങ്ങനെ അപകടം പറ്റാൻ, അല്ലെങ്കിൽ പട്ടിയുടെയൊക്കെ കടിയേറ്റാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പ്രത്യേകിച്ച് കേതു 3, 6, 8 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ നിൽക്കുന്ന 1, 4, 7 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സമയം ഇച്ചിരി മോശമായിട്ടുള്ളതായിരിക്കും. ബാക്കിയുള്ളവർക്ക് അത്ര പൊതുവേ നല്ലതല്ല. പ്രത്യേകിച്ച് എന്തായാലും കേതു എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമായിട്ടുള്ളൊരു പ്ലാനറ്റല്ല. അന്നേരം ഈ അസുഖങ്ങളെ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ, അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കടങ്ങളെ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഈ കേതു നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കിയിട്ട് ഈ ഒരു നല്ലതായിട്ട് ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കുക, അറിയുന്ന ഒരാളെ കൊണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം വരത്തുള്ളൂ. അതുപോലെ ഊഹക്കച്ചവടത്തിനൊക്കെ അകത്ത് നഷ്ടം വരാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ
ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവർക്ക് ചിലപ്പോൾ പൈസ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത്. അതുപോലെ ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാർ അവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക. എന്നാൽ ജൂൺ 2-ാം തീയതി ആകുമ്പോഴത്തേന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇച്ചിരി അനുകൂലമായിട്ട് ജൂൺ 2 എന്ന് പറയുമ്പോൾ ഇവർക്കപ്പോൾ വ്യാഴമേ 7-ലോട്ടാണ് വരുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ ആ ഒരു എല്ലാം അനുകൂലമായിട്ട് വരും. കാരണം 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്, അല്ലെങ്കിൽ വൈഫ്, ഹസ്ബൻഡ്, സ്പൗസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കൗസമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ജീവിതങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തോടെ കഴിയുക, നല്ല നിലയിൽ അവർ ഈ ഒരു വേറെ ഒരു പ്രശ്നമില്ല, നല്ല സന്തോഷം, നല്ല നിലയിൽ പ്രണയിക്കുന്ന പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളത് അല്ല നിലയിൽ നിങ്ങൾക്കൊരു പുതിയ പാർട്ട്ണർഷിപ്പിനെ കിട്ടാൻ, അല്ല നിലയിൽ ഈ ജോലി വല്ല പുതിയ കല്യാണം ആലോചിക്കുന്ന ആൾക്കാർക്ക് കല്യാണം വരാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ നല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വരാനുള്ള ബിസിനസ്സിൽ. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വെച്ചാൽ, കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കരാറ് കിട്ടാൻ, അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതേമാതിരി നിങ്ങൾ ഇപ്പോൾ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരിയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിനകത്ത് പുതിയ രീതിയിലുള്ള പുതിയ കരാറുകളും കിട്ടാൻ മാർക്കറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന പൈസ ഒക്കെ കിട്ടാനുള്ള ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ നിങ്ങൾ മെയിൻ നിങ്ങളുടെ ഈ ഗുരുവിൻ്റെ പൊസിഷൻ 3, 6 അല്ലെന്ന് 3, 6 അല്ല 6, 8, 10, 6, 8, 10 ഒക്കെ നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല, എന്നാലും അനുകൂലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ, മകരൻ രാശിക്കാരെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്ന് വരിയിൽ ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. അതേമാതിരി ഇതിൻ്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ റെമഡി ഉണ്ട്. കംപ്ലീറ്റ് റെമഡി ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോയ്ക്ക് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ആയിപ്പോയി, ഈ വീഡിയോ ലോങ് ആയിപ്പോകും. അപ്പോൾ റെമഡി തന്നെ പറയാനാണ് ഒരുപാടുണ്ട്. മലയാളത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിൽ നല്ലൊരു രീതിയിലായിട്ടുള്ള എല്ലാ പ്ലാനറ്റിലെയും കവർ ചെയ്തിട്ട് ഓരോ ഗ്രഹത്തെ നിങ്ങൾക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നും പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഓരോ പ്ലാനറ്റുകളെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അസ്ട്രോപ്ലസ് എന്ന് പറഞ്ഞ വേറൊരു ചാനലുണ്ട്, നക്ഷത്രനാടി, ബഹുനാടി, അങ്ങനെയൊക്കെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നതിൽ ജോയിൻ ചെയ്യുക. അതേമാതിരി ഈ ആ അസ്ട്രോപ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ആദ്യം കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ മാതിരി ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന രീതിയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആർക്കെങ്കിലും കൺസൾട്ട് ചെയ്യണമെന്ന രീതിയിൽ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒരു വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഒരു പ്രാവശ്യം അനലൈസ് ചെയ്തെന്ന് നന്നായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന രീതിയിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി, $14 ബില്യൺ ഇൻഡസ്ട്രിയാണ്. അത് $20 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് വളരാൻ പോവുകയാണ് ഈ 2030 ആകുമ്പോഴത്തേന്. അപ്പം ആ ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളും ഇവിടെ നമുക്ക് പാർട്ട് ടൈമായിട്ട് തന്നെ വീട്ടിൽ ഇരുന്നൊക്കെ ചെക്ക് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും. നമ്മുടെ വെബ്സൈറ്റുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. 2 മാസം astroguru.com, അപ്പോൾ ഹൈഫൻ ഉണ്ട്, അവിടെ നോക്കിയാൽ മതി. അപ്പോൾ അത് 2 മാസത്തിനകത്ത് ഒരുപാട് അതിനകത്ത് കുറച്ച് അപ്ഡേഷൻ ബാക്കിയാണ്, അതെല്ലാം ഫൈനൽ സ്റ്റേജിലാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കാണെന്നില്ല കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാണ്. അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.